ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഫരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റിനെ പറ്റിയാണ്. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ലിക്വിഡിറ്റി കൺസെപ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി നല്ല രീതിയിൽ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്സുകൾ ഉണ്ട്. ആ ബുക്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് ലിക്വിഡിറ്റി കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ലിക്വിഡിറ്റി എന്ന് നോക്കാം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓർഡേഴ്സിനെയാണ്. അപ്പോൾ ഈ ഓർഡേഴ്സിൽ ബൈ ഓർഡർ ഉണ്ട്, സെൽ ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ പെൻഡിങ് ആയി കിടക്കുന്ന ഈ ഓർഡേഴ്സ് ഉള്ള ഏരിയയെ നമ്മൾ ലിക്വിഡിറ്റി സോൺ എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിൽ ആ ഒരു സോൺ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നമുക്കറിയാം സപ്ലൈ സോൺ ഉണ്ടാവും, ഡിമാൻഡ് സോൺ ഉണ്ടാവും. സപ്ലൈ സോണിൽ നിന്ന് വരുമ്പോൾ ഒരു സെൽ വരും, ഡിമാൻഡ് സോണിൽ നിന്ന് വരുമ്പോൾ ഒരു ബൈ വരും. നമ്മൾ ഇതിനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലിക്വിഡിറ്റി വരുന്നത് ഇപ്പോൾ ഇവിടെ സപ്ലൈ സോണാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വീണ്ടും ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സെൽ ഓർഡേഴ്സ് ഇവിടെ റീറ്റെയിലേഴ്സ് പ്ലേസ് ഉണ്ടോ, ഇവിടെ സെൽ ഓർഡേഴ്സ് കിടക്കുന്നുണ്ടോ. കാരണം അതൊരു സപ്ലൈ സോൺ എന്നറിയാം, ഇവിടെ നിന്ന് ഇനി ഒരു സെല്ല് വരുമെന്ന് അറിയാം. അതുകൊണ്ട് ഒരുപാട് റീറ്റെയിലേഴ്സ് അവിടെ സെൽ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സെൽ ഓർഡറിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ വെച്ചിട്ടുണ്ടോ. ഓക്കെ, കാരണം ഈ ഒരു സെല്ല് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വരും ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് ട്രെൻഡ് ചേഞ്ച് ചെയ്ത് അത് ബൈയിലേക്ക് ആവുമെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഈ സെല്ല് ചെയ്തൊരു സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഉണ്ടാവും. അതല്ലാണ്ട് ഫ്രഷ് ആയിട്ടും സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഉണ്ടാവും. കാരണം ഈ ലെവലിൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോകുന്നു വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി വന്നിട്ടോ. അതായത് സെൽ ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്, അതുപോലെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് പ്ലെയേഴ്സ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മളിവിടെ ചെറിയ ലോട്ട്സൊക്കെ ആയിരിക്കും സെല് ചെയ്യാൻ ഓർഡർ ഇട്ടിരിക്കുന്നത്. 10 ലോട്ട്, 20 ലോട്ട്, 30 ലോട്ട്, അങ്ങനെ ചെറിയ ലോട്ട്സുകളായിരിക്കും. പക്ഷേ അവർ എൻ്റർ ചെയ്യുന്നത് ബൾക്ക് ലോട്ടായിട്ടായിരിക്കും അവർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഡേഴ്സ് ഫുള്ളും അവർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓർഡേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് കുറച്ചും താഴെ വരുന്നിട്ട് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഇവിടെ സെല്ല് ചെയ്തവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അവർ ഹണ്ട് ചെയ്തു ഇവിടെ. പിന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇട്ടവർ ഉണ്ടാവും, അവരുടെ ഓർഡേഴ്സൊക്കെ ആക്റ്റീവായി, അതും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അവർ താഴേക്ക് കൊണ്ടുവരും കേട്ടോ. ഇതേപോലെ ആ ഒരു സ്ട്രക്ചർ ഡൗണിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് നമ്മൾ സെൽസ് നമ്മുടെ ഡിമാൻഡ് സോണിലും വരുന്നത്. ഡിമാൻഡ് സോണിലാണെങ്കിൽ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു തിരിച്ച് അപ്സൈഡ് പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബൈ ഓർഡേഴ്സ് റീറ്റെയിലേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബൈ ഓർഡർ ഇട്ടവരായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ പ്ലേസ് ചെയ്താൽ. അതല്ലാണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടും സെൽ ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നല്ല രീതിയിൽ ആ ഒരു ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡേഴ്സും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് പ്ലെയേഴ്സ് ശ്രമിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് അപ്സൈഡ് കാണിക്കും. അതിനുശേഷം നല്ല രീതിയിൽ ഇവിടെ ഒരു ഫോൾ വരുത്തും. ഓക്കെ, അപ്പോൾ ഈ ഫോൾ വരുത്തുമ്പോൾ ഈ ഓർഡേഴ്സ് എല്ലാം അവർക്ക് കളക്റ്റായി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോയി എന്ന് പറയുന്നത്. അത് ഈ ലിക്വിഡിറ്റി കളക്ഷനാണ്, അതൊരു ട്രാപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ചാർട്ടിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഴ്സ് പെൻഡിങ് ആയി കിടക്കുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിൽ ബൈ ഓർഡർ ഉണ്ട്, സെൽ ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. ആ ഏരിയാസ് കണ്ടുപിടിച്ച് അവിടെയാണ് നമ്മൾ ട്രേഡ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഒരു മെയിനായിട്ട് ഈ ഒരു സപ്ലൈ സോൺസിലും ഡിമാൻഡ് സോൺസിലുമായിരുന്നു ലിക്വിഡിറ്റി കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ചാർട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള വോളിയം അവിടെ നടക്കുന്നുണ്ടാവും. കാരണം അവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉള്ള കാരണമുണ്ട്, ഓർഡേഴ്സ് പെൻഡിങ് ഉള്ളത് കളക്ഷൻ നടക്കുന്ന കാരണമുണ്ടാണ് അവിടെ അത്രയും വോളിയം പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ചാർട്ടിൽ നോക്കിയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇത് പ്രീവിയസ് ഡേ വന്ന ലോ ആണ്. നമുക്ക് ആ ലെവൽസ് മാർക്ക് ചെയ്യാം. കാരണം പ്രീവിയസ് ഡേ ലോയും ഹൈ ഒക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ആണ്, സപ്ലൈ ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് സപ്ലൈ സോണായിട്ട് കാണാം. ഓക്കെ, പിന്നെ അടുത്ത ദിവസം
അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ ഒരുപാട് ബൈ ഓർഡേഴ്സ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് അപ്സൈഡിൽ പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഡൗൺ സൈഡ് വരും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്തു, വീണ്ടും ഈ ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡ് പോകുന്ന വെച്ച് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബൈ ഓർഡേഴ്സ് കിടക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ റീറ്റെയിലേഴ്സ് ഒരുപാട് പേര് ഈ ഒരു ഏരിയയിൽ ബൈ ഇട്ടുണ്ടോ. അതിന് തൊട്ട് താഴെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ടോ. അതല്ലാണ്ട് മറ്റൊരു ടീംസ് ആയിരിക്കും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് അവരും സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ വേറെ എക്സ്ട്രാ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ, ആ സെൽ ഓർഡറിന് ഒരു ബൈ ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് പ്ലെയേഴ്സ് ചെയ്യുന്നത് ആ ഒരു ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്തവർ ഫുൾ ഓർഡേഴ്സ് ഇവിടെ കളക്ട് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും ബൈ ഓർഡേഴ്സും എല്ലാം കളക്ട് ചെയ്തു. കണ്ടോ, എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് മുമ്പ് വോളിയം വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ വോളിയം കയറിയിട്ടുണ്ട്. കണ്ടോ, അതായത് ബിഗ് പ്ലെയേഴ്സ് ആ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വിചാരിച്ചു ആ ഒരു ഓർഡേഴ്സ് ഇവിടെ ബൈ ഇട്ട് കഴിഞ്ഞാൽ ആ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന വെച്ചാൽ ബൈ ഓർഡർ എല്ലാം കളക്ട് ചെയ്തു, ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹണ്ട് ചെയ്തു. ഇനി സെല്ല് ചെയ്ത ആൾക്കാർ, അപ്പോൾ അവർ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഓർഡേഴ്സ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി കിടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് തിരിച്ച് വീണ്ടും ആ ലെവലിലേക്ക് കയറ്റി. കണ്ടോ, അവരാ തിരിച്ച് ലെവലിലേക്ക് കയറ്റി. കണ്ടോ, ഇവിടെ അവരുടെ മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹണ്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ഇട്ടവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൽ ഹണ്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്, അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് ഹണ്ട് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, പിന്നെ മാർക്കറ്റ് അവർ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കയറ്റി. കണ്ടോ, അവിടെ അത്രയും വോളിയം വന്ന് അവർ വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് കയറ്റിയതാണ്. നല്ല രീതിയിൽ കയറ്റി പിന്നെ അവർ ഇവിടെ ഈ ഒരു ലെവലിൽ പതുക്കെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറോ സെൽ ഓർഡറോ നമ്മൾ ഇട്ട് വെക്കരുത്. കഴിയുന്നതും മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഇതേപോലുള്ള നമുക്ക് ട്രാപ്പുകളിൽ പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഡിമാൻഡ് സോണിൽ വന്നിരിക്കുന്ന ട്രാപ്പായിരുന്നു. ഇനി സപ്ലൈ സോണിൽ വന്നിരിക്കുന്ന ട്രാപ്പ് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് കയറുമ്പോൾ ഒരുപാട് പേര് ഈ ഒരു ലെവലിൽ സെല്ല് ചെയ്യാൻ നോക്കും. ഓക്കെ, കാരണം അവർക്കും തോന്നി ഈ ഒരു മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതോ ഇവിടെ ടച്ച് ചെയ്തു, വീണ്ടും ടച്ച് ചെയ്തു, ഇനി റീടെസ്റ്റ് ചെയ്ത് ഈ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്ന ഒരുപാട് പേര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ അവർ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന എഴുതി ഒരുപാട് പേര് ഈ ഒരു ലെവൽസിലൊക്കെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ സെല് ചെയ്ത ആൾക്കാരും ഇവിടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന്. അതായത് ആ ഒരു ബിഗ് പ്ലെയേഴ്സ് എൻ്റർ ചെയ്തു, അവർ ആ അത്ര എല്ലാ ഓർഡേഴ്സും ഇവിടെ കളക്ട് ചെയ്തു. ഉണ്ടോ, നല്ല രീതിയിൽ ആ ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്തു. ഇവിടെ സെല് ചെയ്തൊരു ഓർഡേഴ്സ് കളക്ട് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹണ്ട് ചെയ്തു, അതുപോലെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ചെയ്തിരിക്കുന്നവരുടെ ഓർഡേഴ്സ് ഇവിടെ കളക്ട് ചെയ്തു. അതിനുശേഷം ഉണ്ടോ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരാണ് ചെയ്തത്. ഉണ്ടോ, അടുത്ത ലെവൽ വരെ അവർ അടുത്ത ലിക്വിഡിറ്റി ഏരിയ വരെ മൂവ് ചെയ്യും. അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് അടുത്ത ലിക്വിഡിറ്റി ഏരിയ വരെ അത് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ആ വോളിയം നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വോളിയം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വോളിയം പെട്ടെന്ന് കയറ്റിക്കൊണ്ട് വന്നത് ബിഗ് പ്ലെയേഴ്സാണ്. കണ്ടോ, കറക്റ്റ് ആ ലെവലിൽ വോളിയം കയറി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ സോണുകളിൽ, അതായത് ഈ സപ്പോർട്ട് ഡിമാൻഡ് സോണിൽ ഇതേപോലെ ബ്രേക്ക് ഔട്ടും അതുപോലെ നല്ല രീതിയിൽ വോളിയം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു പക്ഷേ അത് ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള റിജക്ഷൻസ് വരും. കണ്ടോ, ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇതേപോലെ റിജക്ഷൻസ് വരും. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇതേപോലെ റിജക്ഷൻസ് വരും. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ കണ്ടോ താഴെ നിന്ന് ഇതേപോലെ റിജക്ഷൻസ് വരും. കണ്ടോ, ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടായിരിക്കും. അത് നമുക്ക് മെയിൻ പോയിൻറ്റ്സിലാണ് ഇങ്ങനത്തെ ലെവൽസ് വരാണെങ്കിൽ, ഇതിപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡിൽ പോയി അവിടെ ലെവൽ ബ്രേക്ക് ചെയ്തു, ക്യാൻഡിൽ ഇതേപോലെ ഫോം ചെയ്തു, അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് മനസ്സിലാക്കാം അവിടെ സ്റ്റോപ്പ് ലോസ് കണ്ട് നടന്നുണ്ട്, മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഡൗൺ സൈഡിൽ മാർക്കറ്റ് വരുമ്പോൾ ഇതേപോലെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, നമുക്ക് പിൻബാർ ഹാമർ എന്നൊക്കെ പറയും.
അതുപോലെ പറയുമ്പോൾ ഇത്തരം ഏരിയയിൽ അവിടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതിനുശേഷം മാർക്കറ്റ് ആ ലെവൽസിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഇവിടെ സെൽ ഓർഡർ ഉണ്ട്, ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ട്, ഇവിടെ സപ്ലൈ സോൺ ഉണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് എഴുതി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാതിരിക്കുക. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പ്ലേസ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ആ ലെവലിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോഴാണ് നമ്മളിവിടെ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ഈ ലെവൽസിലൊക്കെ നമുക്ക് സെല്ല് ചെയ്തിട്ട് ഈ ലെവൽസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. അടുത്ത ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ അടുത്ത സപ്പോർട്ട് ഏരിയ നോക്കിയിട്ട് നമുക്ക് ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് 1:2, 1:3, 1:4 ഒക്കെ റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ആണ്. ഇനി നമുക്ക് സ്റ്റോക്സിൻ്റെ ഒക്കെ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് റിലയൻസ് നോക്കാം. അപ്പോൾ റിലയൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഉണ്ടോ, ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ആ ലെവലിൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ലെവൽസിലൊക്കെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഓർഡേഴ്സൊക്കെ ഇവിടെ കളക്ട് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറൊക്കെ ആക്റ്റീവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ, മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു വന്നുണ്ടോ, ആ ഒരു ബ്രേക്കൗട്ട്. അതായത് അത്രയും ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു വോളിയത്തിൽ ആ ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. സാധാരണ രീതിയിൽ നോർമൽ വോളിയത്തിൽ വന്നിട്ട് ഇവിടെ ആ വോളിയം വന്നു. ഇപ്പോൾ ഇത്ര ഏരിയയിലുള്ള ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് കയറ്റി, അതിന് അവർക്ക് ഓർഡേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി അവർ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാണ് കേട്ടോ. അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ല് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്തവരും ട്രാപ്പായി, അതുപോലെ ബൈ ചെയ്ത ആൾക്കാരും ട്രാപ്പായിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ ആയി വന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, പിന്നെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ആ ഒരു ലെവൽസിൽ, അതായത് ഈ ഒരു ലെവൽസിൽ ബൈ ഇട്ട് വയ്ക്കും, ആ ഒരു ഏരിയയിലൂടെ ബൈ ഇട്ട് വയ്ക്കും. അതുപോലെ സ്റ്റോപ്പ് ലോസും അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും കാണും, അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡറും കാണും. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതി. കാരണം അടുത്ത സപ്പോർട്ട് ലെവൽ ഇതാണ്. അപ്പോൾ ആ ലെവൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത്രയും ഓർഡേഴ്സ് ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടോ, ആ ഓർഡേഴ്സ് എല്ലാം ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വോളിയം കാണാൻ സാധിക്കും ആ സമയത്ത് ഉണ്ടോ. ആ ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്തവരും ട്രാപ്പായി, ബൈ ചെയ്തവരും ട്രാപ്പായി, മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് കയറ്റി ഉണ്ടോ. എല്ലാവരും സ്റ്റോപ്പ് ലോസ് കണ്ടത് മാർക്കറ്റ് തിരിച്ച് കയറ്റി. പിന്നെ അവിടെ അവർ റെസിസ്റ്റൻസിൽ ഇവിടെ അവർ എക്സിറ്റ് ചെയ്ത് മറിയുണ്ടാവും. കാരണം അവർ ബൾക്ക് ലോട്ട്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ടാറ്റ മോട്ടോഴ്സിൻ്റെ ട്രെൻഡ് ഡൗണിലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് താഴേക്ക് വരുന്നുണ്ടായിരുന്നുണ്ടോ, താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് കൂടുതലാണെന്ന്. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് പോകുന്നുണ്ടോ. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് സംഭവിച്ചു. വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്തു. പിന്നെ വീണ്ടും ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് വീണ്ടും അത് ടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരേണ്ടതാണ്. ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇവിടെയും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് സെൽ ഓർഡറും സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആയിട്ട് ഒരുപാട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് സെൽ ഓർഡേഴ്സ് ആയിരിക്കും കൂടുതൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ എത്രയും ഓർഡേഴ്സ് ബിഗ് പ്ലെയേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു റിജക്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് വോളിയം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ നല്ല രീതിയിൽ വോളിയവും കാണാം കണ്ടോ. അതിന് മുമ്പുള്ള അത്രയും വോളിയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബ്രേക്കൗട്ട് ലെവലിൽ നല്ല രീതിയിൽ വോളിയം വന്നു, അത് കളക്ട് ചെയ്തു, താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ആ ലെവൽസ് തൊട്ട് പോയിൻ്റ് തൊട്ട് താഴെ ഇവിടെ ബൈയൊക്കെ എടുത്തിട്ട് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടവരുടെയൊക്കെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റോപ്പ് ലോസ് കൂടെ ഹണ്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ചെറിയൊരു വിക്ക് വന്നിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ സെൽ ഓർഡേഴ്സ് ആയിരിക്കും കാണാൻ ചാൻസ് ഉള്ളത്. അവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും കാണാം. അത്രയുമാണ് ഹണ്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു അപ്പ് സൈഡിലേക്ക് കൊണ്ടുപോയി ഉണ്ടോ. ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യാം ചാർട്ടിൽ.
അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഒരുപാട് പേര് ചിന്തിച്ച് ആ ഓർഡേഴ്സൊക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും, ഇതേപോലെ ബൈ സെൽ ഓർഡേഴ്സൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ആ ലെവലിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രേക്കൗട്ടൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ വോളിയം കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നല്ല രീതിയിൽ വോളിയം നടക്കുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ വോളിയം നടന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി ബിഗ് പ്ലേയേഴ്സ് അവിടെ എൻ്റർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി അവർ അത് ട്രാപ്പ് ചെയ്യാനാണോ അത് കണ്ടിന്യൂ ചെയ്യാനാണോ നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് സെൽ ഓർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സെൽ ഓർഡർ അത് കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ മാർക്കറ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കയറ്റിയത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ ഈ ഒരു റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ ആ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അതല്ല ഇവിടുത്തെ കേസിൽ മാർക്കറ്റ് ഇനി താഴേക്ക് വരാണ്. മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് ടച്ച് ചെയ്ത് തിരിച്ച് കയറിപ്പോയി. അതല്ലാണ്ട് മാർക്കറ്റിന് താഴെ വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല് ചെയ്യാം. കാരണം ഇതിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. കാരണം ഇവിടെ നല്ല വോളിയം വന്നു, ബ്രേക്കൗട്ട് വന്നു, ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, റിജക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഇനി സെല്ല് വരാണെങ്കിൽ നമുക്ക് അതിന് സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസേ കണ്ടാവത്തുള്ളൂ. ടാർഗറ്റ് ഹിറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ലെവലൊക്കെ ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് വലിയൊരു ടാർഗറ്റ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലിക്വിഡിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് തന്നെ അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്സൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ദിവസങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഈ സപ്ലൈ സോണും ഡിമാൻഡ് സോണൊക്കെ ഓരോ ചാർട്ട് നോക്കാം. അത് ഫ്യൂച്ചറിൻ്റെയും അതുപോലെ സ്റ്റോക്സുകളിലൊക്കെ ഓരോ ചാർട്ടുകൾ നോക്കിയിട്ട് അതിൽ ഈ ബ്രേക്കൗട്ട് ചെയ്യുന്ന പോയിന്റുകളിൽ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ മെയിനായിട്ട് വരുന്നത് വോളിയാണ് നമ്മൾ നോക്കേണ്ടത്. ആ ബ്രേക്കൗട്ട് നല്ല വോളിയം ഉണ്ടാവും. അതേപോലെ ഇതേപോലെ എന്തെങ്കിലും റിജക്ഷൻ ക്യാൻഡിൽസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു മുകളിൽ ഇങ്ങനെ റിജക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് ടോപ്പ് സൈഡിലായാലും ഡൗൺ സൈഡിലായും റിജക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് 1-2 ആഴ്ച നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി എന്താണെന്നും അത് ബേസ് ചെയ്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാമെന്നും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ലിക്വിഡിറ്റി എന്നും എന്താണ് ലിക്വിഡിറ്റി ട്രാപ്സ് എന്നും ഇത് ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്സുകളുണ്ട്. ആ ബുക്സുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഏരിയാസ് വരുന്നത്, എവിടെയൊക്കെയാണ് ട്രാപ്സ് വരുന്നത് നോക്കാം. ഓക്കെ, മെയിനായിട്ട് നോക്കേണ്ടത് ആ ഒരു ബ്രേക്ക്ഔട്ടിൽ മെയിനായിട്ട് സപ്ലൈ സോൺ ആൻഡ് ഡിമാൻഡ് സോണിലാണ് ഈ ലിക്വിഡിറ്റി ഏരിയാസ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ടിൽ വോളിയം വരും. അതുപോലെ ക്യാൻഡിൽസിൽ റിജക്ഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ മെയിൻ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ സപ്ലൈ സോണിലും ഡിമാൻഡ് സോണിലും ലിമിറ്റ് ഓർഡേഴ്സ്, അതായത് ബൈ ഓർഡേഴ്സ് ഇട്ട് വയ്ക്കാതിരിക്കുക. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇട്ട് വയ്ക്കാതിരിക്കാം. ആ ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യണം ബേസ് ചെയ്തിട്ട് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്ത ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. അപ്പൊ ഇതിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം നോക്കേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.